നാളെ മഹ്ശറയിൽ ഞാൻ നിങ്ങൾ നിൽക്കുകയാണ്. ഒരു ചാൺമുകളിൽ സൂര്യൻ വന്ന് നിൽക്കുന്നു. താഴെയാണെങ്കിലോ ചെമ്പിന്റെ തറയിൽ നിന്ന് വെന്തുരുകുന്ന മനുഷ്യന്മാര്. സഹോദരങ്ങളെ, ഈ ഭൂമി ലോകത്ത് നിന്ന് 14,95,97,906 കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യന്റെ അളവുണ്ടല്ലോ. അത്രയും കിലോമീറ്റർ അകലെ നിന്നിട്ടും സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ അതാ മൂന്നാറിലും ബാക്കിയുള്ള തണുപ്പുള്ള മേഖലകളിലും പോയി തന്റെ ശരീരത്തിന്റെ ചൂടൊന്ന് മാറ്റിയിട്ട് സുന്ദരമായ അന്തരീക്ഷത്തിൽ പോയി കേരളത്തിന്റെ പച്ചപ്പരവതാനി വിരിച്ചതുപോലുള്ള ഏറ്റവും നല്ല സുന്ദരമായ നാട്ടിൻപുറത്ത് മരങ്ങളുടെയും കാടുകളുടെയും ഇടയിൽ പോയിട്ട് മഞ്ഞുകളതാ വീഴുന്ന സ്ഥലത്ത് പോയിട്ട് ശരീരത്തിനെ ഒന്ന് കുളിർമപ്പെടുത്താൻ വേണ്ടി പാടുപെടുന്ന ചെറുപ്പക്കാരാ, നീ ഒന്ന് ഓർക്കണേ. നാളെ മൻസബയുടെ അവസ്ഥയൊന്ന് നീ ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ. ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് 15 കോടിയോളം കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യന്റെ ചൂട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊന്നുമോനെ നിനക്ക് നാളെ മൻസബയിൽ ഒരു ചാൾ മുകളിൽ നിൽക്കുന്ന ആ സൂര്യന്റെ ചൂടെങ്ങനെയാ താങ്ങാൻ കഴിയുക? മാത്രമല്ല അന്നേ ദിവസമല്ലേ നരകത്തിനെ കൊണ്ടുവരുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ പടച്ച തമ്പുരാൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? അന്നേ ദിവസമാണ് നരകത്തിനെ കൊണ്ടുവരുന്നത്. മനുഷ്യന്മാര് ദേവരെ കണ്ടിട്ടില്ലാത്ത എത്രയോ നാളുകൾ കൊണ്ട് എത്രയോ ഉസ്താദുമാര് പറയുന്ന നരകമുണ്ട് പൊന്നുമോനെ. അതുകൊണ്ട് നീ കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, അനാചാരം ചെയ്യാതെ നല്ല രീതിയിൽ നീ മുന്നോട്ട് നടക്കണേ എന്ന് പാടുപെട്ടിട്ട് പാവപ്പെട്ട ഉസ്താദുമാര് പറയുമ്പോൾ അതിനെ മുഴുവനും ഒരു ചെവിയിൽ കൂടി കേട്ടിട്ട് മറു ചെവിയിൽ കൂടി തള്ളിക്കളയുന്ന ചെറുപ്പക്കാരാ, നീ ഒന്ന് ഓർക്കണേ. അല്ലാഹുവിന്റെ നരകത്തിനെ പറ്റി എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടും അതിനെ മുഴുവനും ഉൾക്കൊള്ളാതെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അടിച്ചമർത്തപ്പെട്ടതുപോലെ, അവഗണിക്കപ്പെട്ടതുപോലെ പാവപ്പെട്ട ഉസ്താദുമാരെയും മൗലിയാമാരെയും തള്ളിക്കളയുന്ന എന്റെ പ്രിയപ്പെട്ട ന്യൂ ജനറേഷൻ സമൂഹമേ, നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ കൂടി അല്ലാഹ് പറഞ്ഞത്. അന്നേ ദിവസമാണ് നരകത്തിനെ കൊണ്ടുവരുന്നത്. ആ നരകം എങ്ങനെയുള്ള നരകമാണെന്നറിയുമോ? നരകത്തിനെ മലക്കുകളാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അല്ലാഹ് പറയും നരകത്തിനെ കൊണ്ടുവരാൻ മലക്കുകളതാ കടന്നു പോവുകയാണ്. മലക്കുകളതാ നരകത്തിന്റെ അടുത്തെത്തുകയാണ്. അങ്ങനെ നരകത്തിനെ കിടന്ന് പടച്ച തമ്പുരാന്റെ അനുമതിയോടുകൂടി മലക്കുകൾ വലിക്കുമ്പോൾ ആ നരകമതാ തിരിച്ചു വലിക്കുകയാണ്. തിരിച്ചു വലിക്കുമ്പോൾ കിലോമീറ്റർ അകലത്തോളം അതാ മലക്കുകളെ കൊണ്ട് നരകം പോവുകയാണ്. നരകത്തിനെ സൃഷ്ടിച്ച അന്ന് മുതൽ ഇതേവരെ ഭക്ഷണം കഴിക്കാത്ത പടച്ച തമ്പുരാന്റെ ഏക സൃഷ്ടിപ്പായ നരകമുണ്ടല്ലോ, ആ നരകം കിടന്ന് വിശന്നിട്ട് അലറുകയാണ്. വിശന്നിട്ട് കിടന്ന് നിലവിളിക്കുകയാണ്. ആ സമയത്ത് മാലിക്കുന്ന മലക്ക് കിടന്ന് വന്നിട്ട് പറയുകയാണ്, നരകമേ നീ വിഷമിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട, നീ വ്യസനപ്പെടണ്ട നരകമേ. ഇന്നേ ദിവസം നിന്റെ വിശപ്പ് മാറ്റുന്ന ദിവസമാണ്. ഇന്നേ ദിവസം നിന്റെ വിശപ്പ് മാറ്റുന്ന ദിവസമാണ്. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ കടന്നു വരിക. ഇന്നേ ദിവസം നിന്റെ വിശപ്പ് മാറ്റുന്നത് മാത്രമല്ല, നിന്റെ വയറും കൂടി നിറയ്ക്കുന്നതാണെന്ന് പറയുമ്പോൾ നരകം കിടന്ന് വല്ലാതെ സന്തോഷിക്കുകയാണ്. ഇന്നെനിക്ക് കള്ളു കുടിച്ചവനെ തിന്നാമല്ലോ, ഇന്നെനിക്ക് വ്യഭിചരിച്ചവനെ തിന്നാമല്ലോ, ഇന്ന് അനാചാരം പ്രവർത്തിച്ചവനെ തിന്നാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് വിചാരിച്ചുകൊണ്ട് നരകം കിടന്ന് സന്തോഷിക്കുമ്പോൾ